സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഇന്ത്യയുടെ ആക്രമണ ഹെലികോപ്റ്ററായിട്ടുള്ള പ്രചണ്ഡ് സാർ, ഇതിൽ ഒരുപാട് മാറ്റം ഇപ്പോൾ പ്രചണ്ഡിൽ വരുത്തിയിരിക്കുന്നു. ഇതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ മാറ്റങ്ങൾക്ക് ശേഷം എന്നത്തോടുകൂടി ഈ പ്രചണ്ഡ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകും, ഒന്ന് പറയാമോ? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച, ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച ഹെലികോപ്റ്റർ എന്ന പേരെടുത്തിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ് എന്ന് പേരിട്ടിരിക്കുന്ന. ആദ്യം ഇതിന്റെ പേര് LCH ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ എന്നായിരുന്നു. ഇതിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം 156 ഹെലികോപ്റ്ററുകൾക്ക് നിർമ്മാതാക്കളായ പൊതുമേഖലാ സ്ഥാപനമായ HAL-ന് ഇന്ത്യൻ മിലിറ്ററി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതില് ഇപ്പോ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ ഹെലികോപ്റ്ററുകളില് ചില നിർണായക മാറ്റങ്ങൾ, അപ്ഗ്രേഡുകൾ HAL വരുത്തിയിട്ടുണ്ട്. 7 പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് കൺട്രോള്, അതുപോലെ ഇന്റഗ്രേറ്റഡ് ആർക്കിടെക്ചർ ഡിസ്പ്ലേ സിസ്റ്റം, അതായത് കോക്പിറ്റിലൊക്കെ ഉള്ള ഡിസ്പ്ലേ, അതുപോലെ തന്നെ അതിന്റെ നാവിഗേഷൻ സിസ്റ്റത്തില് ഒക്കെ ഒരുപാട് വ്യത്യസ്തതകൾ, തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരുപാട് ഘടകങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഈ പ്രചണ്ഡ് ഹെലികോപ്റ്റർ കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തില് ഏറ്റവും, അതായത് 5000 മീറ്റർ ഉയരത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏക ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. തീർച്ചയായിട്ടും അതൊരു അഭിമാനകരമായ നേട്ടമാണ്. ഇതിന് 6500 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ MH-64 അപ്പാഷെ ഹെലികോപ്റ്ററിനേക്കാളൊക്കെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്റർ 15 എണ്ണം ആദ്യ റൗണ്ടിൽ നിർമ്മിച്ചിട്ട് ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിരുന്നു. അതിന്റെ പ്രവർത്തനം വളരെയധികം കാര്യക്ഷമമാണെന്നുള്ള സൈന്യത്തിന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ധ്രുവ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ചു. ഈ ധ്രുവ ഹെലികോപ്റ്റർ പലതും അത് പറക്കുന്നതിനിടയിൽ പ്രശ്നങ്ങളുണ്ടായി. 400 ഹെലികോപ്റ്റർ നിർമ്മിച്ചതിൽ ഒരു നല്ല ശതമാനം ഗ്രൗണ്ട് ചെയ്യേണ്ട വന്നു. ഇത് ചില രാജ്യങ്ങൾക്ക് കൊടുത്തിട്ട് അവർ തിരിച്ചു തരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോ അത്തരം ഒരു പഴയകാല ചരിത്രം അത് HAL-ന് നാണക്കേടായി. ആ നാണക്കേട് തിരുത്തി കുറിക്കാൻ ഈ പ്രചണ്ഡ് എന്ന ഈ ഹെലികോപ്റ്ററിന് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആയുധങ്ങളൊക്കെ തന്നെ ഇതിൽ സംയോജിപ്പിക്കുന്നുണ്ട്. ഇത് ആന്റി ടാങ്ക് വാർഫെയർ, അതുപോലെ ആന്റി ഡ്രോൺ വാർഫെയർ. ഡ്രോണുകളെ നേരിടാനായിട്ട് ഇതിൽ മൈക്രോ മിസൈലുകൾ, ടാങ്കുകളെ നേരിടാനായിട്ട് ഹെലീന എന്ന ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് നാഗ്, അതാണ് പഴയ നാഗ് എന്ന ആന്റി ടാങ്ക് മിസൈല്. അത് മാറ്റം വരുത്തി കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ മിസൈല്. ഇതൊക്കെ തന്നെ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ നിർമ്മാണം ഞാൻ പറഞ്ഞല്ലോ, HAL-ന് 156 ഹെലികോപ്റ്ററിന്റെ ഓർഡർ സൈന്യത്തിൽ നിന്നും, സൈന്യം മാത്രം, അതായത് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനുമായിട്ടാണ് ഈ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഭാരം കുറവാണ്. ഏതാണ്ട് 6 ടണ്ണിൽ താഴെയാണ്, 5.8 എന്നാണ് പറയുന്നത്. ആ ഭാരക്കുറവും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു പ്രത്യേകതകളും വെച്ചിട്ട് ഈ ഉയർന്ന പർവ്വതങ്ങളുടെ ഒക്കെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അവിടെ വായു കുറവായിരിക്കും. ആ കുറഞ്ഞ വായു ഉള്ളിടത്ത് തിൻ എയർ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിൽ ചില പരിമിതികളൊക്കെ ഉണ്ട്. അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മറികടക്കുന്ന ഒരു പ്രകടനമാണ് ഈ പ്രചണ്ഡ് ഹെലികോപ്റ്റർ നടത്തുന്നത്. ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സഫ്രാന്റെ ഒരു 2 ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഇതിന് ശക്തി നൽകുന്നത്. ഓരോ എഞ്ചിനും 900 ഹോഴ്സ് പവർ ശക്തി ഉൽപ്പാദിപ്പിക്കും. ഇത് ഇന്ത്യയിൽ തന്നെ, സഫ്രാന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോ എഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് അതുകൊണ്ട്
ഒരു പരിധിവരെ സ്വയം പര്യാപ്തതയുണ്ട്. ഇന്ത്യ സ്വന്തമായിട്ടും ഇപ്പൊ ഹെലികോപ്റ്റർ എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പക്ഷെ അത് പ്രജന്റിൽ ഉപയോഗിക്കുന്നില്ല. പ്രജന്റിൽ ഉപയോഗിക്കുന്നത് ഈ സഫ്രാന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന എഞ്ചിനാണ്. ഈ എഞ്ചിനില് ഇതിന്റെ പൂർണ്ണ അവകാശം, അതായത് ഇതിന് പിന്നെ സോഫ്റ്റ്വെയറും അതുപോലെ സോഴ്സ് കോഡും ഒക്കെ തന്നെ നമ്മുടെ തന്നെ കൈവശമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ഇപ്പൊ അമേരിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ F404 എഞ്ചിൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അവരിപ്പം അതുകൊണ്ടാണ് LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് അതിന്റെ നിർമ്മാണം മെല്ലെ പോകുന്നത്. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ അതൊന്നുമില്ല. ഇത് നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ ഹെലികോപ്റ്ററിന്റെ നിർമ്മാണം ഊർജിതമാക്കാനായിട്ട് തുംകൂർ എന്ന സ്ഥലത്ത് പുതിയൊരു ഫാക്ടറി തന്നെ, അസംബ്ലി ലൈൻ തന്നെ പണിഞ്ഞിട്ടുണ്ട്. അത് അത്യന്താധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അസംബ്ലി ലൈനാണ്. അവിടെ ഈ പ്രചണ്ഡ് മാത്രമല്ല, അതിനേക്കാൾ ചെറിയ 3 ടണ്ണിന്റെ ഭാരമുള്ള ഹെലികോപ്റ്ററും ഇതിനേക്കാൾ വളരെ വലിയ 15 ടൺ വരെ ഭാരം വരുന്ന ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാനിരിക്കുന്ന ഹെലികോപ്റ്ററുണ്ട്. അതും നിർമ്മിക്കാനുള്ള ശേഷിയുള്ള ഒരു ഫാക്ടറിയാണ് ഇപ്പോ നമ്മൾ പ്രവർത്തനക്ഷമമായിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ ഇന്ത്യ ആക്രമണ ഹെലികോപ്റ്ററുടെ കാര്യത്തിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഹെലികോപ്റ്ററുകൾ പലതും നിർമ്മിക്കുമായിരുന്നു. ഇപ്പം ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ഞാൻ ഈ പറഞ്ഞ ധ്രുവിന്റെ കോമ്പാറ്റ് വെർഷൻ ഒക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ രീതിയിലുള്ള ഒരു ആക്രമണ ഹെലികോപ്റ്റർ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു അതിനൊന്നും. അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. അത് സാധാരണ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് കുറച്ച് വ്യത്യസ്തവും അതില് ടാങ്ക് വേധ അല്ലെങ്കിൽ ബോട്ട് വേധ മിസൈലുകളൊക്കെ ഘടിപ്പിച്ചതുമായിട്ടുള്ള ഹെലികോപ്റ്ററുകൾ എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷേ പ്രചണ്ഡ് അങ്ങനെയല്ല. അത് പൂർണ്ണ അർത്ഥത്തിൽ ആക്രമണത്തിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത് അതേ രീതിയിലുള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള സെൻസറുകളും ഏവിയോണിക്സും എല്ലാ തരത്തിലും, അതുപോലെ തന്നെ ഇതിൽ മിസൈലുകളും ഒക്കെ ഘടിപ്പിച്ച വളരെ കൃത്യമായ ഒരു ആക്രമണ ഹെലികോപ്റ്റർ എല്ലാ അർത്ഥത്തിലും അത് വിജയകരമായി എന്നുള്ളത് തീർച്ചയായിട്ടും HALന് അഭിമാനമാണ്. ധ്രുവിന്റെ പരാജയത്തെ പ്രചണ്ഡിന്റെ വിജയം പരാജയം ഏൽപ്പിച്ച ഒരു ദുഷ്പേര് മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ ഭാവിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുന്ന ഒരുപാട് ടെക്നോളജി നമ്മളിപ്പോൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ സ്വന്തം എഞ്ചിൻ വരികയാണ്. ഇതിപ്പോ സഫ്രാന്റെ സഹായത്തോടു കൂടി ഉള്ള എഞ്ചിനാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ HAL ഈ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തും. നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല, ഇതിന്റെ കയറ്റുമതിക്കും വലിയ സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്ന പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുറയ്ക്ക് അതിന്റെ വിശകലനങ്ങളും വിശദീകരണങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ എത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സർ.